ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് എന്റെ സ്കൂളിലേക്ക് പോയാലോ? ഞാൻ ടെക്സ്റ്റ് വാങ്ങിക്കാനാണ് പോകുന്നത്. അപ്പൊ കമോൺ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാണ് ഞാൻ എപ്പോഴും റീൽസ് എടുക്കുന്ന സ്ഥലം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും ഡാൻസ് ഒക്കെ ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഞാനും അമ്മയും കൂടെ സ്കൂട്ടറിലാണ് പോകുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം നല്ല ദൂരമുണ്ട്. മാന്നാറല്ലേ, അപ്പൊ നല്ല ദൂരമുണ്ട്. ഫ്രണ്ട്സ്, ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് മാന്നത്തേക്ക് പോകാൻ. പിന്നെ ഞാൻ ഈ കാണുന്ന പാലത്തിൽ നിന്നും 2-3 റീൽസ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ എടുക്കാറുണ്ട്, ഈ പാലത്തിൻ്റെ അവിടെ നിന്നും. നിങ്ങൾക്കൊക്കെ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് കിട്ടിയോ? എല്ലാവരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തോ? ഇതൊരു കുഞ്ഞൊരു അമ്പലമാണേ. ഞാൻ മാന്നത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വണ്ടിക്കകത്ത് ഇരുന്നതിനെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഉള്ളതാണല്ലോ, നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഒരു ആഗ്രഹം. ഞാൻ കണ്ണാടി നോക്കിയിട്ടും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നേ. കുറേ ദൂരമുണ്ട്, എപ്പോൾ എത്തുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കയറി ഒന്ന് കാണണേ. ഇനിയും കുറേ ദൂരമുണ്ട് സ്കൂളിലേക്ക് എത്താൻ. പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മുഖമൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച വീഡിയോയും ഫോട്ടോസും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മുഖം ഫേസ് കാണിച്ചിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കാൻ നേരത്തെ കണ്ടോ, അമ്മയുടെ മുടി ഇടയ്ക്ക് കയറി വന്നു. ഗൈസ്, മാന്നാർ എത്തിയിരിക്കുന്നു. പിന്നെയും സ്കൂളിൽ പോയിട്ട് ബുക്ക് വാങ്ങിക്കാം. യെസ്, ഈ മാധവത്തെ റോഡ് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള റോഡാണ്. അപ്പം ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്. കമോൺ. കുറച്ചും കൂടെ ദൂരേ ഉള്ളൂ സ്കൂളിലേക്ക് എത്താൻ. യെസ്. പിന്നെ ഞാൻ ഒന്നും കൂടെ കണ്ണാടി നോക്കിയിട്ട് വീഡിയോസ് എടുത്തായിരുന്നു. ഗായ്സ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, വേണ്ട ഞങ്ങളുടെ സ്കൂള് തന്നെ കണ്ട, അവിടെ ഒരു ബിൽഡിംഗ് കണ്ടോ, അതാണ് ഞങ്ങളുടെ സ്കൂള്. യെസ്. ഞാൻ വീടെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിന്റെ ഗേറ്റിന്റെ അവിടെ നോക്കാൻ നേരത്ത് എൻ്റെ ഫ്രണ്ട് നിരഞ്ജനയും അവളുടെ അമ്മയും കൂടെ വന്ന് നിപ്പുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരാണ് സ്കൂളിൽ കയറിയിട്ട് പുസ്തകം വാങ്ങിച്ചത്. അമ്മമാരും ഉണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല ഗൈസ്. പിന്നെ അവളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി, ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് അവളുടെ അമ്മ. പിന്നെ ഞങ്ങൾ ടെക്സ്റ്റ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് യൂണിഫോമിന്റെ കോട്ട് വാങ്ങിക്കാൻ പോയി. പിന്നെ കടയിൽ കയറി കോട്ട് എടുത്തു. കണ്ടോ, ഈ കോട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ കോട്ട് ഞാൻ വാങ്ങിച്ചു. യൂണിഫോം സെറ്റായിട്ടും ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് കോട്ട് മാത്രം മതിയായോണ്ട് ഞാൻ കോട്ടും കൂടെ എടുത്തു. ഗൈസ്, ഇതാണ് കട. അപ്പം ഇത് ബില്ലടിക്കാൻ കൊണ്ടുപോകാം ഗൈസ്. കമോൺ. ബില്ലടിക്കാൻ പോവുകയാണ്. ഗൈസിന്റെ ചുറ്റിനും കണ്ട് പിന്നെ അതുകൊണ്ട് ആ കാണുന്നതാണ് ബില്ലടിക്കുന്ന സ്ഥലം. പിന്നെ ബില്ലെല്ലാം അടിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ വണ്ടി സ്കൂളിന്റെ അവിടെയാണ് വെച്ചത്. അപ്പം സ്കൂളിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ടുണ്ട് വരാൻ. പിന്നെ വണ്ടി എടുത്തോണ്ട് പിന്നെ ഞങ്ങളങ്ങ് പോയി. ഇതാണ് എൻ്റെ സ്കൂള്, മാന്നാറ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ നിരഞ്ജനയും ടെക്സ്റ്റ് വാങ്ങിച്ചിട്ട് അവളും വീട്ടിൽ പോയായിരുന്നു. അവൾക്ക് വീട് അടുത്താണ്, അതുകൊണ്ട് അവള് വേഗം വീട്ടിലെത്തി. ടെക്സ്റ്റും കോട്ടും എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. യെസ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പാണ് ഗൈസ്. അപ്പം എന്നുള്ള ഞാൻ ആ കാണുന്ന കടയിൽ കയറിയിട്ട് പൈനാപ്പിൾ ജ്യൂസും പിന്നെ ഒരു മുട്ട പപ്സും കൂടെ വാങ്ങിച്ച് കഴിച്ചു. ഞാനവിടെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയാണ് എഗ് പപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ഞാൻ പോയില്ലായിരുന്നു, ഞാൻ മീറ്ററിലിരിക്കുന്ന കണ്ടില്ല ഗൈസ്. ബില്ലടിക്കാൻ വന്നപ്പോഴാണ് ഈ മീറ്ററിലിരിക്കുന്നത് ഞാൻ കണ്ടത്. പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു പൈനാപ്പിൾ ജ്യൂസിന്. അടിപൊളിയാണ് മുട്ട പപ്സ് ഒക്കെ, അടിപൊളി. പിന്നെല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്തു. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളവിടെ നിർത്തി റീൽസ് ഒക്കെ എടുത്തു. പിന്നെ പാലത്തിൻ്റെ അവിടെ പോയപ്പോഴും ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ പോവുകയാണ്.
കണ്ടോ, അവിടെ ക്രെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.